ഇന്ന് രാവിലെ ഒരാൾ എഴുന്നേറ്റ് ഉടനെ മലരും കൊണ്ടാട്ടം എഴുന്നേറ്റ് വന്നത്. നമ്മൾ പൂജ കഴിഞ്ഞിട്ട് മലർ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ആൾ അതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നന്ദുവൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇന്നലത്തെ ബോട്ടിൽ പോയുള്ള ക്ഷീണം കഴിഞ്ഞിട്ട് 9 മണിയായിട്ട് ആൾക്കാർ എഴുന്നേറ്റ് വരുമ്പോഴേക്കും എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക്, എൻ്റെ ഇൻസ്റ്റയിൽ റീലൊക്കെ സ്റ്റോറിയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് നന്ദുവിനെ മനസ്സിലായിട്ടുണ്ടാവും. ഹരിയുടെ കസിനാണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്നു ചൂണ്ട, അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. അപ്പോൾ അത് ശരിയാക്കണേണ്. ആൾ ഇതിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണല്ലോ, വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആളൊരു വലിയ മീൻപിടുത്തക്കാരനാണ് ഗൈസ്. ചെറുതല്ല, വളരെ വലിയ മീൻപിടുത്ത, കടലിലൊക്കെ പോയി മീൻ പിടിക്കുന്ന ആളാണ്. ചില്ലറ പുള്ളിയൊന്നുമല്ല. ചൂണ്ടാ മീൻപിടുത്തം ഈ വക അലുക്കൂസ് പരിപാടികളെല്ലാം നന്ദുവിനെ അറിയാട്ടോ. അവനോട് ചോദിച്ചിട്ടുണ്ട്, അവനെല്ലാം സെറ്റാക്കി തരും. അപ്പോൾ ഇത് പൊട്ടിയിരിക്കുകയായിരുന്നു. ആളത് എല്ലാം കോർത്ത് സെറ്റാക്കി തന്നിട്ടുണ്ട്. ആളൊരു സകലവല വല്ലഭന നട്ട തന്നെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്. അങ്ങനെ ഞാൻ അതിൽ കോർക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഈ ഫ്രോഗിൻ്റെ സംഭവം ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസം ഞെക്കി കളിച്ചുകൊണ്ടിരിക്കാനായിട്ട്. അങ്ങനെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുടും ആമയും കൂടിയിട്ട് ഏട്ടത്തിന് മടിക്കറിക്കുക, 2 പേർക്കും ഒന്നിച്ച് കയറിയിരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ടാറ്റ പറഞ്ഞിട്ട് ആള് പോവാണ് കേട്ടോ. ആള് അക്കരിക്ക് പോവാണ്. അങ്ങനെ ആമ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് ഗൈസ്. ഏത്തപ്പഴം പുഴുങ്ങിയതാണ് ആള് കഴിക്കുന്നത്. വെറുതെ ഷോ മാത്രമേ ഉള്ളൂ കേട്ടോ, വെറുതെയാണ്. അങ്ങനെ കർക്കിടക മാസം ആയത് കാരണം വിളക്കൊക്കെ തന്നെ രാവിലെ കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കത്തിച്ചുകൊണ്ടിരുന്ന് ഞാൻ ചായ കുടിക്കുകയാണ് ഗൈസ്. ചായ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇഡലിയും ഏത്തപ്പഴം പുഴുങ്ങിയതും കൂടിയാണ് കഴിക്കുന്നത്. വെറൈറ്റി അല്ലേ? ഞാൻ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് ചെറിയ ചെറിയ മൂളൽ കേൾക്കും. അത് വേറെ ഒന്നുമല്ല, ഞാൻ വോയിസ് ചെയ്യുന്നതിന് ഒരാൾ എൻ്റെ അടുത്തിരുന്നിട്ട് സപ്പോർട്ട് ചെയ്ത് തരുന്നതാണ്. ഞാൻ അവളോടാണ് സംസാരിക്കുന്നത് പറഞ്ഞ ആൾ മൂളി മറുപടി ഒന്നോട്ടിരിക്കാം കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കണ്ട. അങ്ങനെ അതും കഴിഞ്ഞിട്ട് കണ്ടത്തിൽ മരുന്നടിക്കണം. അപ്പോൾ ലൈജുച്ചൻ മരുന്നടിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളായിട്ട് അച്ചച്ചിയായിട്ട് കണ്ടത്തിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് റെഡിയായി, ഉച്ച കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡിയായിട്ട് നമ്മൾ നേരെ കറങ്ങാൻ പോവാണ് ഗൈസ്. കാരണം ബോട്ട് എടുത്തിട്ട് നമ്മൾ പെൺപിള്ളേരെ എങ്ങും കൊണ്ടുപോയില്ല എന്നൊരു പരാതിയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ടെർമിനലിലേക്കാണ് വന്നത്, ആലപ്പുഴ. അങ്ങനെ സന്ധ്യയ്ക്കാണ് കേട്ടോ അവിടെ എത്തി. അവിടെ ഉച്ച കഴിയുമ്പോൾ ഇറങ്ങിയതാണ്. ഇവിടെ വന്നപ്പോഴത്തേനും ഒരു 5 മണിയൊക്കെ മഴക്കാറുള്ളതുകൊണ്ടാണ് ഇത്രയും ഇരുട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, കുഞ്ഞമ്മയും പിള്ളേരും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ടെർമിനലിൽ വന്നു. അവിടെ കുറച്ച് പരിപാടിയൊക്കെയാണ്. പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിരിക്കുന്ന കുറേ പാലം പോലത്തെ കുറേ സാധനങ്ങൾ കണ്ടില്ലേ. ഫ്ലോട്ടിംഗ് പാലമല്ല, അല്ലാതെ നോർമലായിട്ടുള്ള ബോട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇത്. അവിടെ കൊണ്ടുവന്ന് ബോട്ട് ഇടിപ്പിച്ചിട്ട് കുറച്ച് അങ്ങോട്ട് നടന്നു. അപ്പോൾ കരിക്കുണ്ട്, അതുപോലെ ഉപ്പിലിട്ട കുറച്ച് കണവണ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി അതൊക്കെ തിന്നും പെറുക്കിയൊക്കെ കുറച്ച് അങ്ങോട്ട് മാറി നിന്നത് കഴിഞ്ഞിട്ട് ഇത്രയും സമയമായിട്ടാ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു വൈബായാലും. ഇത് ഫുള്ള് ലൈറ്റ് ഉണ്ട്, നമ്മൾ മൊത്തം ഇട്ടിട്ടൊന്നുമില്ല. ജസ്റ്റ് കാരണം മിന്ത് കയറുന്നുണ്ട് അകത്തേക്ക്. അത് കാരണം ജസ്റ്റ് 1-2 വാം ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. പാട്ടൊക്കെ പാടി ഞങ്ങൾ സെറ്റൊക്കെ എൻജോയ്മെൻ്റ് ആണ്. വെള്ളാടി പാർട്ടിയൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ എല്ലാവരും എൻജോയ്മെൻ്റ് ആണ് ഗൈസ്. എല്ലാവരും കൂടിയിട്ട് പാട്ടൊക്കെ പാടിയിട്ട് നമ്മൾ ബോട്ടിൽ നേരെ വീട്ടിലേക്ക് പോവാണ്. ലജുച്ചൻ്റെ വരെ വള്ളപ്പാട്ടും അങ്ങനെ ഒരുപാട് കലാപരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ പരിപാടിയൊന്നും അവസാനിക്കുന്നില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.